ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. നമുക്കെല്ലാവർക്കും ഉള്ളൊരു നിത്യധാരണയാണ്, നമ്മളെ കൊണ്ടൊന്നിനും സാധിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്താലൊന്നും അത് ശരിയാകില്ല എന്ന ആ ഒരു ചിന്താഗതി. എന്താണെന്ന് വെച്ചാൽ നമ്മളോട് തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വിശ്വാസമില്ലത എന്നതാണ് അതിൽ യാഥാർത്ഥ്യം. പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ദൃഢമായിട്ടൊന്ന് വിശ്വസിച്ച് നോക്ക്. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഒരു കൂറ്റൻ മലമുകളിൽ ഒരു മരക്കൊമ്പിൽ ഒരു കഴുകൻ കൂട് കൂട്ടിയിരുന്നു. അങ്ങനെ ഒരിക്കൽ ആ കഴുകനൊരു മുട്ട ഇട്ടു. മുട്ടയൊക്കെ ഏകദേശം വിരിയാനായ സമയത്ത് ഒരു ഭൂകമ്പം ഉണ്ടാവുകയും ചെയ്തു. ആ ഭൂകമ്പത്തിൽ ഈ കഴുകൻ്റെ മുട്ട ആ പാറമുകളിൽ നിന്നും ഉരുണ്ടുരുണ്ട് താഴേക്ക് വന്നു. താഴെ വന്ന് ഈ മുട്ട വീണത് ഒരു കോഴിക്കൂട്ടിലാണ് കേട്ടോ. അങ്ങനെ ഈ കോഴിയമ്മ പൊരുത്തിരിക്കുന്ന സമയത്ത് ഈ മുട്ടയും കൂടി കൂട്ടി വെച്ച് പൊരുത്തിനിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് പുറത്തു വന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ അമ്മമാരെന്താണോ ചെയ്യുന്നത് അതൊക്കെ തന്നെയായിരിക്കും നമ്മളും ചെയ്യുക. കോഴിയമ്മ ചെറുതായിട്ട് കൊത്തിപ്പെറുക്കി കഴിക്കും, ചെറുതായിട്ട് പറക്കും, എല്ലാം ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ ചെയ്തു, കൂടെ ഈ കഴുകൻ്റെ കുഞ്ഞു. ഒരു ദിവസം ഈ കഴുകൻ കോഴിക്കോട്ടിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് വളരെ ഉയരത്തിൽ വളരെ ഉയരത്തിൽ ഗാംഭീര്യത്തോട് കൂടിയിട്ട് ഒരു പക്ഷി പറക്കുന്നത് കണ്ടു. അപ്പോൾ കോഴിയമ്മയോട് വന്നിട്ട് ഈ കഴുകൻ്റെ കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, അമ്മേ, നമ്മൾക്ക് എന്തുകൊണ്ട് ഇത്ര ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നില്ല? അല്ലെങ്കിൽ ആ ഉയരത്തിൽ പറക്കുന്ന ആ ഭംഗിയുള്ള ആ പക്ഷി ഏതാണെന്ന്. കോഴിയമ്മ പറയുന്നുണ്ട്, അതാണ് കഴുകൻ. കഴുകന് വളരെയധികം ഉയരത്തിൽ ഗാംഭീര്യത്തോടു കൂടി പറക്കാൻ സാധിക്കും, പക്ഷേ നമ്മൾക്കത് സാധിക്കില്ല എന്ന്. അത് കേട്ടു. അതുപോലെ തന്നെ പിന്നീട് ഒരിക്കലും ഉയരത്തിൽ പറക്കണമെന്നോ അല്ലെങ്കിൽ പറക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ ആ കഴുകൻ കുഞ്ഞ് ആ കോഴിയമ്മയുടെ രീതിയിൽ തന്നെ ജീവിച്ച് മരിക്കുകയും ചെയ്തു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ആ കഴുകൻ കുഞ്ഞിനെ പറക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണോ ആ കഴുകൻ കുഞ്ഞ് പറക്കാതിരുന്നത്? അല്ല. എന്തുകൊണ്ടാണ്? കൂടെയുള്ള കോഴിയെയും കുഞ്ഞുങ്ങളെയും കഴുകൻ അമിതമായി വിശ്വസിക്കുകയും സ്വന്തം കഴിവിനെ അവൻ അവിശ്വസിക്കുകയും ചെയ്തത് കൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉയരത്തിൽ അവനക്ക് പറക്കാൻ സാധിക്കാതെ പോയത്. ഈ കഴുകനെ പോലെയൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതവും. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നുണ്ടാകും. ചിലപ്പോൾ സ്മാർട്ടായിട്ടും ഹാർഡ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാകും. സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഒരു സമയത്ത് നമ്മൾ തോറ്റുപോയി, അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു കഴിയുമ്പം നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും നമ്മളോട് പറയാണ്, ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല, അല്ലെങ്കിൽ നീ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്ക്, നിനക്കിതൊന്നും സാധിക്കില്ല എന്ന് ഒരു നേരം നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മളോടുള്ള സ്വന്തം വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്താണ് അവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്, ആ കോഴിക്കോട്ടിൽ വന്ന് വീണ ആ കഴുകൻ്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കഴുകന് എത്രയോ ഉയരത്തിൽ പറക്കാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ഒരിക്കൽ പോലും ഉയരത്തിൽ പറക്കാൻ ആ കഴുകൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ടാണ്? കൂടെയുള്ളവർ പറഞ്ഞത് എന്താണോ അതിലവൻ അമിതമായി വിശ്വസിച്ചു. സ്വന്തം കഴിവിനെ അവൻ അവിശ്വസിക്കുകയും ചെയ്തു. അതുപോലെ ഒരു കഴുകനായി മാറാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾക്ക് ചുറ്റുമുള്ളവർ പലതും നമ്മളോട് പറഞ്ഞെന്ന് വരും. ചിലപ്പോൾ അവർ നമ്മളെ വളരെയധികം താഴ്ത്തി പറയും, തരം താഴ്ത്തി കെട്ടും. എന്ന് വെച്ചാൽ നിനക്കൊന്നിനും പറ്റില്ല, അല്ലെങ്കിൽ നിനക്കത് സാധിക്കില്ല എന്ന് അവർ പല തവണ ആവർത്തിച്ച് പറയും. പക്ഷേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമോ അത് നമ്മൾ അത്രയും ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു വില ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ മറ്റൊരാൾ പറയുന്നത് കേട്ട് മാത്രം ജീവിക്കേണ്ട ഒരു വസ്തുവല്ല, അല്ലെങ്കിൽ മറ്റൊരാളല്ല നമ്മുടെ കാര്യത്തിൽ ജഡ്ജ്മെൻ്റ് എടുക്കേണ്ടത്. നമുക്ക് നമ്മുടെ ലൈഫിൽ എനിക്ക് നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. കാരണം ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ ലൈഫിൽ എവിടെയെങ്കിലും എത്താൻ സാധിക്കൂ എന്ന ആത്മവിശ്വാസം
അത് നമ്മളിലുണ്ടാവണം. ആദ്യം നമ്മൾക്ക് നമ്മളോടൊരു പൂർണ്ണമായിട്ടുള്ളൊരു ട്രസ്റ്റ്, ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫ് നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. മറ്റൊരാൾ പറയുന്നത് കേട്ട് നമ്മുടെ ലൈഫിൽ അച്ചീവ്മെൻറ്റ്സുകൾ നേടിയെടുക്കാനുള്ള അച്ചീവ്മെൻറ്റ്സിനെ നമ്മൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ടോ എന്നീ ലോകത്ത് നമുക്കൊന്നും നേടാൻ കഴിയില്ല. കാരണം എല്ലാവരും അവനവനക്ക് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഈ കടന്നു പോകുന്നത്. അപ്പം നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അവരും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയുള്ളൂ. മറിച്ച് നമുക്ക് നല്ലൊരു കഴിവുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് മുന്നോട്ട് വരാനുള്ള പ്രചോദനം നൽകുന്ന ഒരു 2-3 നല്ല നല്ല ആളുകൾ മാത്രമേ നമുക്ക് ചുറ്റുമുണ്ടാവുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ. ലോകം എന്തും പറഞ്ഞാലും നിങ്ങൾ ഒരു കഴുകനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അല്ലാതെ കോഴിക്കോട്ടിൽ വീണ ഒരു കഴുകനെ മാറാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളിൽ ആരെങ്കിലും കോഴിക്കോട്ടിൽ വീണ ഒരു കഴുകൻ്റെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെറുതായിട്ടെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.